അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൂന്നാമത്തെ പാഠം പരിന്തോങ്കി ദുനിയ. പരിന്തോങ്കി ദുനിയ എന്താണ്? പരിന്തോങ്കി പക്ഷികളുടെ ദുനിയ, ലോകം. പക്ഷികളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ, ആദ്യം ഒന്ന് നോക്കിയോ, വായിക്കും നോക്കിയോ. हमारे मुल्क में छोटे बड़े रंग बिरंगे परिंदे पाए जाते हैं. किसी की आवाज़ सुरीली है, किसी की करख्त. कुछ परिंदे आसमान में बहुत ऊंचाई तक उड़ सकते हैं, जैसे उकाब, चील और कबूतर वगैरह. कुछ परिंदे मामूली ऊंचाई तक उड़ते हैं, जैसे तोता, मैना, लेकिन ज़्यादातर परिंदे ज़मीन पर ही रहते हैं. हमारे मुल्क में छोटे बड़े रंग बिरंगे परिंदे पाए जाते हैं. हमारे मुल्क में നമ്മുടെ രാജ്യത്ത്, മുൽക്ക് രാജ്യം, हमारे मुल्क में നമ്മുടെ രാജ്യത്ത് ചോട്ടെ ബഡെ ചെറുതും വലുതുമായ, ചോട്ടെ ബഡെ ചെറുതും വലുതുമായ, രംഗ് ബിരംഗെ വ്യത്യസ്ത നിറത്തിലുള്ള, വർണ്ണാഭമായ, രംഗ് ബിരംഗെ എന്ന് പറഞ്ഞെങ്കിൽ വർണ്ണാഭമായ, അതായത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള, രംഗ് ബിരംഗെ വർണ്ണാഭമായ പരിന്ദേ പക്ഷികൾ പായെ ജാത്തെ ഹൈ ലഭിക്കപ്പെടുന്നു, പായെ ജാത്തെ ഹൈ ലഭിക്കപ്പെടുന്നു. ഓക്കെ, പായ ജാന പറഞ്ഞാൽ ലഭിക്കപ്പെടുക, പായ ജാന ലഭിക്കപ്പെടുക. ഹമാരെ മുൽക്ക് മേ നമ്മുടെ രാജ്യത്ത് ചോട്ടെ ബഡെ ചെറുതും വലുതുമായ രംഗ് ബിരംഗെ വ്യത്യസ്ത നിറത്തിലുള്ള വർണ്ണാഭമായ പരിന്ദേ പക്ഷികൾ പായ ജാത്തെ ഹൈ ലഭിക്കപ്പെടുന്നു. ഓക്കെ, കിസിക്ക് ആവാസ് സുറേലി ഹെ, കിസിക്ക് കറഖ്ത്. ചിലതിൻ്റെ ശബ്ദം വളരെ മധുരിതമാണ്, മറ്റു ചിലതിൻ്റെ വളരെ കർക്കശമായതാണ്, പരുക്കമായതാണ്. കിസിക്ക് ആവാസ്, കിസിക്ക് ചിലതിൻ്റെ, ആവാസ് ശബ്ദം, ആവാസ് പറഞ്ഞെങ്കിൽ ശബ്ദം, കിസിക്ക് ആവാസ് ചിലതിൻ്റെ ശബ്ദം, സുറേലി, സുറേലി പറഞ്ഞെങ്കിൽ മധുരിതം, മധുരിതമായത്, മധുരിതമായത്, കേൾക്കാൻ നല്ല ആനന്ദമുള്ളത്, സുറേലി മധുരിതമായത്. ഓക്കെ, നല്ല ഈണമുള്ളത്. കിസിക്ക് കറഖ്ത്, മറ്റു ചിലതിൻ്റെ കറഖ്ത്, കറഖ്ത് പറഞ്ഞെങ്കിൽ പരുക്കമായത്. ചില പക്ഷികളുടെ ശബ്ദമല്ല ഭയങ്കര പരുക്കായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ കുയിലിൻ്റെ ശബ്ദമെല്ലാം കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും, അതേ സമയത്ത് പ്രാവിൻ്റെ എല്ലാം ഭയങ്കര പരുക്കമായതായിരിക്കും. അപ്പോൾ കറഖ്ത് പറഞ്ഞെങ്കിൽ പരുക്കമായത്, സുരേലി മിനുസമായത്, അതായത് എന്ത്, മധുരിതമായത്. കുച്ച് പരിന്ദേ ആസ്മാൻ മേ ബഹുത്ത് ഊഞ്ചായി തക്ക് ഉഡ് സക്തേ ഹൈ. കുച്ച് പരിന്ദേ ചില പക്ഷികൾ, ആസ്മാൻ മേം ആകാശത്ത്, ബഹുത്ത് ഊഞ്ചായി തക്ക് വളരെ ഉയരത്തിൽ വരെ, ഊഞ്ചായി ഉയരം, ഉഡ് സക്തേ ഹൈ പറക്കുന്നു. ഉഡ് സക്കിന ആയിരുന്നെങ്കിൽ പറക്കുക, പറക്കാൻ സാധിക്കുക. ഉഡ് സക്കിന പറക്കാൻ സാധിക്കുക, പറക്കാൻ സാധിക്കുക. അവിടെ ഇന്ദാരി അഫാലുണ്ട് സക്കിന. ഓക്കെ, ഉഡ് സക്തേ ഹൈ ചില പക്ഷികൾക്ക്, ഊഞ്ചായി തക്ക് വളരെ ഉയരത്തിൽ വരെ, ഊഞ്ചായി ഉയരം, ഉഡ് സക്തേ ഹൈ പറക്കാൻ പറ്റുന്നു. ജൈസെ ഏതുപോലെ, ഏതുപോലെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ജൈസെ ഏതുപോലെ, ഉക്കാബ്, ചീൽ ഔർ കബൂത്തർ വഗൈറ. ഉക്കാബ്, ഉക്കാബ് പറഞ്ഞെങ്കിൽ ഉക്കാബ് പരുന്തൻ, ഒരു തരം പരുന്ത്. ചീല് കഴുകൻ, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ചീല് കഴുകൻ, കഴുകൻ. ഉക്കാബ് പരുന്ത്. ഔർ കബൂത്തർ, കബൂത്തർ പ്രാവ്. വഗൈറ മറ്റുള്ളതും, വഗൈറ പറഞ്ഞെങ്കിൽ മറ്റുള്ളതും, വഗൈറ മറ്റുള്ളതും. അറബിയിൽ ഗൈറു ദാലിക്കാൻ പറയില്ല, അതേപോലെ വഗൈറ മറ്റുള്ളതും. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞു, ജൈസെ ഏതുപോലെ, ജൈസെ പറഞ്ഞെങ്കിൽ ഏതുപോലെ, ഉക്കാബ് പരുന്ത്, ചീൽ കഴുകൻ, ഔർ കബൂത്തർ പിന്നെ എന്ത്, പ്രാവ്, വഗൈറ മറ്റുള്ളതും. കുച്ച് പരിന്ദേ മാമൂലി ഊഞ്ചായി തക്ക് ഉഡ്തേ ഹൈ. കുച്ച് പരിന്ദേ ചില പക്ഷികൾ, മാമൂലി ഊഞ്ചായി, മാമൂലി പറഞ്ഞെങ്കിൽ സാധാരണ, നോർമൽ, മാമൂലി പറഞ്ഞെങ്കിൽ സാധാരണ, മാമൂലി സാധാരണ, മാമൂലി മാമൂലി സാധാരണ, ഊഞ്ചായി ഉയരം. അപ്പോൾ സാധാരണ, കുച്ച് പരിന്ദേ ചില പക്ഷികൾ, മാമൂലി ഊഞ്ചായി തക്ക് സാധാരണ ഉയരം വരെ ഉഡ്തേ ഹൈ പറക്കുന്നു. വലിയ ഉയരത്തിലൊന്നും പോവില്ല, സാധാരണ ഉയരത്തിലേ പറക്കുകയുള്ളൂ, ഉടഞ്ഞ പറക്കുക. ജൈസെ ഏതുപോലെ, തോത്ത തത്ത, മൈന അതേപോലെ മൈന. ലേക്കിൻ പക്ഷേ, എങ്കിലും, ജ്യാദാത്തർ കൂടുതലും, പരിന്ദേ പക്ഷികൾ, ജമീൻ പർ ഹി രഹ്തേ ഹേ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ സമയത്തും പറക്കുന്ന തന്നെയല്ല, കൂടുതൽ സമയത്ത് അത് എവിടെ ഉണ്ടാവും? ഭൂമിയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മരത്തിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ ആയിരിക്കും.
ജ്യാദാത്തർ എന്ന് പറഞ്ഞെങ്കിൽ കൂടുതലായും, ജ്യാദാത്തർ കൂടുതലായും, ജ്യാദാത്തർ കൂടുതലായും. പരിന്തെ പക്ഷികൾ ജമീൻ പർ ഹി രഹ്തേ ഹൈ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ബസ് പരിന്തെ പാനിമേ ബഡേ മസേ സെ തേർത്തേ ഹൈ ബസ് പരിന്തെ ചില പക്ഷികൾ പാനിമേം വെള്ളത്തിൽ ബഡേ മസേ സെ വളരെ രസത്തോടെ തേർത്തേ ഹൈ നീന്തുന്നു, തേർത്തേ ഹൈ നീന്തുന്നു. തേർന നീന്തുക, തേർന നീന്തുക, തേർന നീന്തുക, തേർത്തേ ഹൈ നീന്തുന്നു, തേർന നീന്തുക. ജയ്സെ ആ വെള്ളത്തിൽ വളരെ രസത്തോടെ, മസേസ് പറഞ്ഞെങ്കിൽ രസത്തോടെ, രസത്തോടെ, സുഖത്തോടെ, തേർത്തേ ഹൈ നീന്തുന്നു. ജയ്സെ ഏതുപോലെ, ബത്തഹ് ഔർ മുർഗാബി ബത്ത് പോലെ, വത്ത് പോലെ, ബത്തഹ് പറഞ്ഞെങ്കിൽ വത്ത്, വത്ത് കോയി, ഔർ മുർഗാബി താറാവ്, രണ്ടും തന്നെയാണ്. മുർഗാബി താറാവ്, വത്ത്, ബത്തഹ് പറഞ്ഞെങ്കിൽ വത്ത്, വത്ത് കോയി, വത്ത് കോയി, മുർഗാബി താറാവ്. അപ്പോൾ വത്ത് കോയി താറാവ് പോലെയൊക്കെ വെള്ളത്തിൽ തന്നെ വളരെ രസത്തോടെ നീന്തുന്ന പക്ഷികളുമുണ്ട്. ആയേ വരൂ, നിങ്ങളോട് പറയാണ് ആയേ വരൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാൻക്ക് ഇന്ത്യയിലെ, ഹിന്ദുസ്ഥാൻ ഇന്ത്യ, ഹിന്ദുസ്ഥാൻക്ക് ഇന്ത്യയിലെ ഖാസ് ഖാസ് പരിന്തോംക്കെ പ്രത്യേക പക്ഷികളെ, പരിന്തോംക്കെ ബാരമേ പക്ഷികളെ കുറിച്ച്, ബാരമേ കുറിച്ച്, ഖാസ് ഖാസ് പരിന്തോംക്കെ ബാരമേ പ്രത്യേകമായ പക്ഷികളെ കുറിച്ച് ആപ്കോ നിങ്ങളോട് ബത്തായേം പറഞ്ഞു തരാം. ബത്താന പറഞ്ഞു തരിക, ബത്താന പറഞ്ഞു തരിക. ഈ പാരാഗ്രാഫ് ഒന്നും കൂടി വായിക്കുന്നു നോക്കിയോ. हमारे मुल्क में छोटे बड़े रंग बिरंगे परिंदे पाए जाते हैं. किसी की आवाज़ सुरीली है, किसी की करख्त. कुछ परिंदे आसमां में बहुत ऊंचाई तक उड़ सकते हैं, जैसे उकाब, चील और कबूतर वगैरह. कुछ परिंदे मामूली ऊंचाई तक उड़ते हैं, जैसे तोता, मैना, लेकिन ज़्यादातर परिंदे ज़मीन पर ही रहते हैं. रहന നിൽക്കുക, താമസിക്കുക, रहന താമസിക്കുക, रहന താമസിക്കുക. बज़ परिंदे पानी में बड़े मज़े से तैरते हैं, जैसे बतख और मुर्गाबी. आइए अब हम हिंदुस्तान के ख़ास ख़ास परिंदों के बारे में आपको बताइए. നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, എന്നെ നോക്കിക്കോ. मोर हमारा कौमी परिंदा है. मोर आमतौर पर 4 फीट लंबा होता है. उसकी गर्दन लंबी और छाती का रंग गहरा और चमकीला नीला होता है. बादलों को देखकर जब मोर अपने पंख फैलाकर खुशी से नाचने लगता है तो वो मंजर देखने से ताल्लुक़ रखता है. हिंदुस्तान के अलावा ये लंगा और अफ्रीका में भी पाया जाता है, जो सफ़ेद रंग का भी होता है. मोर हमारा कौमी परिंदा है. मोर ഈ പീക്കോക്ക് എന്ത് മയില്, മോർ പറഞ്ഞെങ്കിൽ മയില്, മോർ മയില്, മോർ മയില് ഹമാര നമ്മുടെ കൗമി പരിന്ത ഹെ ദേശീയ പക്ഷിയാകുന്നു. കൗമി പരിന്ത ദേശീയ പക്ഷി. കൗമി പരിന്ത ഇന്ത്യയുടെ നാഷണൽ ബേർഡാണ് ആര്, പീക്കോക്ക്. കൗമി പരിന്ത ദേശീയ പക്ഷി. മോർ മയില് ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. മോർ ആംതൂർ പർ 4 ഫീറ്റ് ലംബ ഹോത്ത ഹെ. മോർ ഈ മയില് ആംതൂർ പർ പൊതുവെ, ആംതൂർ പർ അല്ലെങ്കിൽ പൊതുവെ, ആംതൂർ പർ പൊതുവെ, आमतौर पर പൊതുവെ 4 ഫീറ്റ് ലംബ होता है. 4 ഫീറ്റ് ലംബ होता है. 4 ഫീറ്റ് നീളമുണ്ട്. ലംബ നീളം. 4 ഫീറ്റ് 4 ഫീറ്റ്, 4 ഫീറ്റ് ലംബ നീളം. ഓക്കെ, ലംബ നീളം, ലംബ നീളം. ഉസ്കി ഗർദൻ, അതിൻ്റെ ഗർദൻ പറഞ്ഞെങ്കിൽ കഴുത്ത്, ഗർദൻ കഴുത്ത്. ഉസ്കി ഗർദൻ അതിൻ്റെ കഴുത്ത് ലംബി നീളമുള്ളതും, ലംബി നീളമുള്ളതും, ലംബി നീളമുള്ളതും. ഔർ ചാത്തി, ചാത്തി പറഞ്ഞെങ്കിൽ സ്വദർ, എന്ത് ഹൃദയം, അതിൻ്റെ നെഞ്ച്, അതിൻ്റെ നെഞ്ച്, നെഞ്ച് ഭാഗമില്ലത്. ഓക്കെ, ചെസ്റ്റ്, ചെസ്റ്റ്. ഔർ ചാത്തി അതിൻ്റെ നെഞ്ചകം അല്ലെങ്കിൽ ചെസ്റ്റ്. ഉസ്കി ഗർദൻ അതിൻ്റെ കഴുത്ത് ലംബി നീളമുള്ളതും, നീളമുള്ളതും. നേരത്തെ പറഞ്ഞിട്ട് മീത്ത ലംബ, അതേപോലെ അതിൻ്റെ മുന്നസാകുമ്പോൾ ലംബി, മുതക്കറാകുമ്പോൾ ലംബ, ഗർദന് മുന്നസായതുകൊണ്ട് ലംബി എന്ന് പറഞ്ഞു. ഓക്കെ. അവർ ചാത്തീക്ക രംഗ്, അതിൻ്റെ ചാത്തീക്ക, ചാത്തീക്ക അതിൻ്റെ നെഞ്ചകത്തിൻ്റെ രംഗ് കളർ, നിറം, രംഗ് കളർ.
ഗഹ്ര और ചംകീല നീല होता है. ഗഹ്ര കട്ടിയായതും, ഇവിടെ കടും എന്നല്ല പറയല്ലേ, കടും നീല. ഗഹ്ര കട്ടിയായതും और ചംകീല തിളക്കമുള്ളതുമായ നീല होता है നീലയാകുന്നു. അപ്പോൾ ഛാത്തി എന്തിൻ്റെ ഛാത്തി പറഞ്ഞാൽ അതിൻ്റെ നെഞ്ചിൻ്റെ, അതിൻ്റെ ചെസ്റ്റിൻ്റെ രംഗ് നിറം ഗഹ്ര और ചംകീല നല്ല തിളക്കമുള്ളതും കട്ടിയുള്ളതുമായ നീല होता है നീലയാകുന്നു. ഗഹ്ര കട്ടിയുള്ള, ആഴത്തിലുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. ആഴത്തിലുള്ള, ഡീപ്പ്, ആഴത്തിലുള്ള, കട്ടിയുള്ള, കട്ടിയായ. ചംകീല പറഞ്ഞെങ്കിൽ തിളക്കമുള്ള, ചംകീല തിളക്കമുള്ള. നീല होता है നീലയാകുന്നു. ओके. बादलों को देखकर जब मोर अपने पंख फैलाकर खुशी से नाचने लगता है तो वो मंजर देखने से ताल्लुक रखता है. बादलों को देखकर മേഘങ്ങളെ നോക്കിക്കൊണ്ട്, ബാദൽ മേഘം, ബാദൽ മേഘം, ബാദൽ മേഘം. ബാദലോं को देखकर മേഘങ്ങളെ നോക്കിക്കൊണ്ട്, ജബ് എപ്പോഴാണോ മോർ ആര് മോർ ഈ മയില് അപ്പനെ പങ്ക് പേലാക്കർ തൻ്റെ പങ്ക് പറഞ്ഞെങ്കിൽ പീലി, പങ്ക് പീലി, സ്പെല്ലിംഗ് തെറ്റിക്കരുത്, ലാസ്റ്റ് ഒരു ഹാ ഉണ്ട്. പങ്ക് പറഞ്ഞെങ്കിൽ പീലി. പേലാക്കർ വിടർത്തിയിട്ട്, പേൽന വിടർത്തുക, ഫേൽന അവിടെയും പാ കഴിഞ്ഞിട്ട് ഹാ ഉണ്ട്. ഫേൽന വിടർത്തുക, ഫേൽന വിടർത്തുക. ഞാൻ പറയുന്ന പോലെയാണ് എഴുതേണ്ടത്. ടെക്സ്റ്റിൽ ചിലപ്പോൾ അതിൻ്റെ ടെൻസ് അനുസരിച്ചിട്ട് ഒരു ഫീലിൻ്റെ ലാസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ പേലാന്നുള്ളത്, പേലാറിനെ വിടർത്തി, ഫേൽന വിടർത്തുക. അതിൻ്റെ പീലി വിടർത്തിയിട്ട് ഖുഷീസെ സന്തോഷത്തോടെ, നാച്ചിനെ ലഗ്താ ഹെ തോ നാച്ചിന ഡാൻസ് കളിക്കുക, നാച്ചിന നൃത്തം ചെയ്യുക, നാച്ചിന നൃത്തം ചെയ്യുക. മോർ ബാദലോക്കോ ദേക്കർ മേഘങ്ങളെ നോക്കിയിട്ട്, ജബ് എപ്പോഴാണ് മോർ ആര് മയില് അപ്പിനെ പങ്ക് പേലാക്കർ തൻ്റെ പീലി വിടർത്തിയിട്ട്, ഖുഷീസെ സന്തോഷത്തോടെ, നാച്ചിനെ ലഗ്താ ഹെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണോ, നേരത്തെ ജബ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ, നാച്ചിനെ ലഗ്താ ഹെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നത്, നാച്ചിന നൃത്തം ചെയ്യുക, നാച്ചിന ലഗ്താ ഹെ എപ്പോഴാണോ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ വോ മൻസർ ആ കാഴ്ച, മൻസർ അല്ലെങ്കിൽ കാഴ്ച, മൻസർ കാഴ്ച, ആ കാഴ്ച ദേഖ്നെ സെ താല്ലുക്ക് റഖ്താ ഹെ കാണേണ്ടതാണ്, ദേഖ്നെ സെ താല്ലുക്ക് റഖ്താ ഹെ കാണേണ്ടതാണ്. അതൊന്ന് ശരിയാ മതി. ദേഖ്നെ സെ താല്ലുക്ക് റഖ്താ ഹെ കാണേണ്ടതാണ്, ആ കാഴ്ച കാണേണ്ടതു തന്നെയാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടം എന്നൊക്കെ പറയൂലേ. ദേഖ്നെ സെ താല്ലുക്ക് റഖ്താ ഹെ കാണേണ്ടതാണ്. हिंदुस्तान के अलावा ये लंका और अफ्रीका में भी पाया जाता है. ഹിന്ദുസ്ഥാൻ കെ ഇലാവ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയെ കൂടാതെ, ഹിന്ദുസ്ഥാൻ കെ ഇലാവ എന്ന് പറഞ്ഞെങ്കിൽ കൂടാതെ, വാ കഴിഞ്ഞിട്ട് ഹാ ഉണ്ട്, ഇലാവ കൂടാതെ, ഹിന്ദുസ്ഥാൻ കെ ഇലാവ ഇന്ത്യയെ കൂടാതെ, ഈ മയിലുകൾ ലങ്ക और അഫ്രിക്ക में भी ശ്രീലങ്കയിലും അതേപോലെ ആഫ്രിക്കയിലും പായാ ജാത്താ ഹെ ലഭിക്കപ്പെടുന്നു. ഓക്കെ, പായാ ജാത്താ ഹെ ലഭിക്കപ്പെടുന്നു. ജോ സഫേദ് രംഗ് കാ ബി ഹോത്താ ഹെ, ജോ സഫേദ് രംഗ് കാ ബി ഹോത്താ ഹെ അതന്നെ എന്തുണ്ട്, വെള്ള നിറത്തിലുള്ളതുമുണ്ട്. സഫേദ് പറഞ്ഞെങ്കിൽ വെള്ള നിറത്തിലുള്ള. സഫേദ് രംഗ് കാ സഫേദ് വെള്ള. നേരത്തെ നീല പറഞ്ഞു അല്ലേ, നീല കളർ. ജോ സഫേദ് രംഗ് കാ ബി ഹോത്താ ഹെ അത് വെള്ള നിറത്തിലുള്ളതുമുണ്ട്. ഓക്കെ, ഈ പാരഗ്രാഫ് ഒന്നും കൂടി വയ്ക്കുക. മോർ ഹമാര കൗമി പരിന്താ ഹെ. മോർ ആംതൂർ പർ പറഞ്ഞെങ്കിൽ പൊതുവായി, പൊതുവായി. എൻ്റെ ഓപ്പോസിറ്റ് ഹാഫ് തൂർ പർ എന്ത് പ്രത്യേകമായി. ഹാഫ് തൂർ പർ പറഞ്ഞെങ്കിൽ പ്രത്യേകമായി, ആംതൂർ പർ പറഞ്ഞെങ്കിൽ പൊതുവായി. പൊതുവായി 4 फीट लंबा होता है, उसकी गर्दन लंबी और छाती का रंग गहरा और चमकीला नीला होता है. बादलों को देखकर जब मोर अपने पंख फैलाकर खुशी से नाचने लगता है तो वो मंजर देखने से ताल्लुक़ रखता है. हिंदुस्तान के अलावा यह लंका और अफ्रीका में भी पाया जाता है, जो सफ़ेद रंग का भी होता है. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൃത്യമായി വീണ്ടും കേട്ട് അർത്ഥം എഴുതുക. ആദ്യം വായന ശരിയാക്കുക, പിന്നെ അർത്ഥം എഴുതുക. ഇത് ഓരോ വരിയും അർത്ഥം വെക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം
ഈ ടെക്സ്റ്റ് പൂട്ടിയാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു നാഫിയായ ഇൽമ് അധികരിപ്പിച്ചു തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.